ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഇതെല്ലാം അങ്ങനെ തോന്നാനുള്ള കാരണം നിങ്ങളെ പ്രായം അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടോ? എനിക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ കണ്ടോ? അത് എനിക്ക് ഇതൊന്നല്ല. നിങ്ങൾ ഇതുപോലെ കണ്ടോ? മുനു മുനു വെയിറ്റ് മുനു നിങ്ങളെല്ലാം മുനുവിനെ മുനു എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ. മുനു എന്താ? അല്ലെങ്കിൽ മുനു അങ്ങനെയുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഇത്രയും കാലമായിട്ട് കാണുന്നല്ലേ. ഓൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചപ്പോൾ ഓനെ ഇറക്കാനും എല്ലാം കൂടെ ഉണ്ടായ ആളല്ലേ. മുനുവിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എങ്ങനെയൊന്ന് കാണുന്നത് അതൊന്ന് പറ. സ്ക്രീൻ വലുതാക്കുന്നു. ഞാൻ ഇത് വലുതാക്കും. ഫേസ് ക്യാം വലുതാക്കും. ഓക്കെ. മുനുവിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അതൊന്ന് പറഞ്ഞേ. ബെസ്റ്റ് ഫ്രണ്ട്, പാവം, ജെമ്മ്, ഗുഡ് പേഴ്സൺ, പാവം, ഗുഡ് അല്ലേ? മുനു ഈസ് എ ജെം, മുനു ഈസ് പ്യുവർ, പാവം അല്ലേ? ആ മുനു ഒരാളടുത്ത് ചൂടാവണമെങ്കിൽ അയ്യോ ഇത് കാണിക്കാൻ നമ്പർ ലീക്കാവും. ആ മുനു ഞാൻ ഇത് ഫോണ് കണക്ട് ചെയ്യാൻ ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് മുനു അറിയില്ല കേട്ടോ. ഈ സംഭവം ഇത് നമ്മൾ എടുത്തത് മുനു അറിയില്ല. നമുക്കറിയാം നാളെ നിങ്ങളിത് സ്ക്രിപ്റ്റ് ആണെന്നും ഇതാണെന്നും നമ്മൾ തെളിവില്ലാതെ നമ്മൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കൊല്ലുമെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത്രയും കാലമായിട്ട് കുറച്ച് ഇതാകാത്ത കാര്യങ്ങളും കൂടി ലീക്കായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഫോണ് ഞാൻ കണക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അതാ മനസ്സിലായോ? ഫോണ് ഞാൻ കണക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അതാ. ഇതൊന്നും എനിക്ക് ഇതാക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇതൊന്നും ഞാൻ പറയാൻ വന്നല്ല ഗൈസ്. ഇത് ഓക്കെ. മുനുവിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. അതെന്തായാലും അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഗേൾഫ്രണ്ട് മാക്ക് കമൻറ്റിൽ പറയുന്നുണ്ട്, സ്റ്റോറി പറയുന്നുണ്ട്. ഈ PC ആരാ വാങ്ങി തന്നത്? അപ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്വർണം ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ആ പൈസക്ക് വാങ്ങിയ PC ആണിത്. ഓൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒറ്റക്ക് പോയി ഊമ്പടാ മയിരെ, നീ എന്താവാൻ നമുക്ക് കാണാലോ എന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വാങ്ങിയ ഇതാണത്. മനസ്സിലാവും? അല്ല, എനിക്ക് ഓൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്നുള്ള ഒറ്റ ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി? വേറെ ഒന്നും കാണിക്കാമെന്നുള്ള ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് താല്പര്യമില്ല. മനസ്സിലായി? എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്ന കാര്യം ഞാൻ കാണിക്കാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പണ്ട് എനിക്ക് ഫോണ് വാങ്ങി തന്നത് നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഫോൺ വാങ്ങി തന്നത് ആരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഇൻ്റർവ്യൂവിലാണ് അവൻ ഫോൺ വരുന്നത്. മനസ്സിലായി? ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ഫോൺ വരുന്നത്. അത് വാങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 17 നവംബർ 17. മനസ്സിലാ? നവംബർ 11 ഇവൻ എനിക്ക് 200 രൂപ അയച്ചിട്ടുണ്ടായിരുന്നു. നവംബർ 13 എനിക്ക് ഇവൻ 100 രൂപ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നവംബർ 22 ഇവൻ എനിക്ക് 150 രൂപ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസംബർ 10 എനിക്ക് 4000 രൂപ എന്തോ ഇവൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് അയച്ചു തന്ന പൈസയാണിത്. മനസ്സിലാ? എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. നമ്പർ കാണിക്കില്ല. നമ്പറൊന്നും കാണിക്കില്ല. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഫോണ് 45,000 രൂപ ഞാനും 5,000 രൂപ ഓന് കൂട്ടിയിട്ടും 5,000 രൂപ ഓൻ കൂട്ടിയിട്ട് 45,000 രൂപ ഞാൻ ഒരു ബേക്കറിയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
ആ ബേക്കറി ഇപ്പോൾ ഇല്ല. കണ്ണൂരുള്ള പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ ഞാൻ വർക്ക് ചെയ്ത് 45,000 രൂപക്കാണ് ഞാൻ ഈ ഫോൺ വാങ്ങുന്നത്. മനസ്സിലാവും? ഈ ഫോൺ വാങ്ങുന്നത്. ഓ എന്നോട് പറഞ്ഞു, ഷമീറെ നിനക്ക് ഫോണ് നീ വാങ്ങുന്നതിൽ വലിയ കാര്യമില്ല, ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ ഇത്രയും കാലം പറ്റിച്ച് എങ്ങനെയാണോ അതേപോലെ എന്നെ പറ്റിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് വിശ്വസിച്ചു. ഈ പറഞ്ഞ പോലെ ഞാനതിൽ നിന്ന് കൊടുത്തു. അതിൻ്റെ തെളിവാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ നവംബർ 17 ഇവനൊക്കെ അയച്ച പൈസ എന്ന് പറഞ്ഞാൽ നവംബർ 17 ഇവനൊക്കെ പൈസ അയച്ചിട്ടില്ല. അതിന് മുമ്പാണ് ഈ 100 150 എനിക്ക് അയച്ചത്. മനസ്സിലായോ? സോ അത് പിന്നെ ഞാൻ അനുഭവിക്കുന്ന കുറച്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും എല്ലാത്തിനുമുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മനസ്സിലാവും? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പണ്ട് 26 ജൂലൈയിൽ മെസ്സേജ് അയച്ച ആളായി ഇവർ. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താ അറിയോ? അതെ സെയിം പേഴ്സൺ എനിക്ക് പിന്നെ അയച്ച മെസ്സേജ് എന്താ അറിയോ? മനസ്സിലാ ഇതൊക്കെ അയ്യോ നിങ്ങൾ കാണുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ. ഇതൊക്കെ ആരുണ്ടാക്കുന്ന ഹെയ്റ്റ് ആണെന്നും ഇതൊക്കെ ആര് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഇങ്ങനെ പല ഇതും എനിക്ക് ഡെയിലി വരാറുണ്ട്. മുനു ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. അത് അതിൻ്റെ ഇടയിൽ നല്ലതും വരാറുണ്ട്. ഞാൻ കുറ്റം മാത്രം എടുത്ത് പറയുന്നില്ല, നല്ലതും വരാറുണ്ട്. ഷമീർ, എൻ്റെ പേര് ഏഞ്ചൽ, ഞാനൊരു ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ള നിങ്ങളുടെ OG MRGയുടെ വ്യൂവറാണ്. ഈ എല്ലാ ലൈവും കാണും. ടൈം ഡിഫറൻസ് കാരണം നിങ്ങളെ ലൈവ് കഴിയുമ്പോൾ ആണ് കാണാൻ പറ്റാറ്. നിങ്ങൾ കാരണം എനിക്ക് കുറേ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വാച്ചിങ് ഓൾ യുവർ ലൈഫ്സ്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിൽ കൂടെ ആണ് പോകുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന എന്നെ പോലെ കുറേ വ്യൂവേഴ്സ് ഉണ്ട്, കൂടെ കുറേ ഹേറ്റേഴ്സ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു ഫീൽഡാണിത്. ബട്ട് ഇറ്റ് ഷുഡൻറ്റ് സ്റ്റോപ്പ് യു. ഡു വാട്ട് ഫീൽസ് റൈറ്റ് ഫോർ യു. ഇനിയും കൂടെ ഉണ്ടാവും. മനസ്സിലായി? ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് കൂടെ ഉണ്ട്. മനസ്സിലാവും? ഈ പറഞ്ഞ പോലെ ഇതുപോലെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ ഇതുപോലെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും അറിയാത്ത അവരെ തെളിവിറിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. മനസ്സിലാവും? അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ എനിക്ക് ബോധിപ്പിക്കണം. അവർ രണ്ടാളും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഞാനൊരിക്കലും അവർക്ക് മനസ്സിലാവണം ഞാൻ ആരാന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഇതാക്കിയത്. പിന്നെ മുനുവിൻ്റെ കാര്യം ഞാൻ കുറച്ച് കേൾപ്പിക്കാം. ഒരു 1-2 മിനിറ്റ് ഞാൻ കേൾപ്പിക്കും. മനസ്സിലാവും? ഞങ്ങൾക്ക് കുറേ കേൾപ്പിക്കാൻ പറ്റൂല, പറഞ്ഞല്ലോ. ഇതെങ്കിലും നിങ്ങൾക്ക് ഇനി വിശ്വാസം ആകുമോ? ഇതും ഇനി സ്ക്രിപ്റ്റാണെന്ന് നിങ്ങൾ പറയും. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ഗൈസ്. അതാണ് നിങ്ങളെ പ്രായം. ചിലപ്പോൾ നിങ്ങളെ പ്രായം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ എന്താ, ഇതെന്താ, അതെന്താ ഒന്നും അറിയണ്ടാവില്ല. നിങ്ങളൊരു ബ്ലൈൻഡായിട്ട് ഒരു പേഴ്സണിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം. മനസ്സിലാവും? അപ്പോൾ സോറി ഷമീർ, സോറി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള ഇതല്ല. അവരെ പ്രായം അതുകൊണ്ടായി അവർ ഈ കണ്ടതും ഇതാക്കിയതും ഇത്രയും നാൾ ഫീഡ് ചെയ്തൊക്കെ കൊടുത്ത കുറച്ച് കാരണങ്ങളുണ്ടാവും. പല ആൾക്കാരുടെ ലൈവിലും പല ആൾക്കാരും ഫീഡ് ചെയ്ത് കൊടുത്ത തെറ്റായ ധാരണകളുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്നെ തെറി വിളിക്കാൻ അവർക്ക് അറിയൂ. അത് അവർ ഉപയോഗിക്കുകയാണ്. അവർ നിങ്ങളെ ഉപയോഗിക്കുകയാണ്. 5, 10, 15 പ്രായം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അവർ ഉപയോഗിക്കുകയാണ് ഗൈസ്. അവരെ തെറി വിളിക്കാനും ഈ പറഞ്ഞ പോലെ ഷമീറിനെതിരെ ഹെയ്റ്റ് കൊടുക്കാനും ഷമീറിനെ ഇതാക്കാനും ഓനെ തളർത്താനും വേണ്ടി നിങ്ങളെ അങ്ങനെ ആക്കിയെടുക്കുന്നേ ഗൈസ്. അത് ഓരോ നന്മ കളിച്ചിട്ടും ഓരോ ഇത് പറഞ്ഞിട്ടും അങ്ങനെ ആക്കിയെടുക്കുന്നതെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അതിൽ ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങളെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രായം വരും. നിങ്ങൾക്കൊരു 5 or 6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൈസ എന്താണ്, ഈ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് ചതിക്കുമ്പോൾ എന്താ, അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ കൂട്ടം ചേർന്ന ആൾക്കാർ ആക്രമിക്കുമ്പോഴുള്ള ഇതെന്താ, നമുക്ക് തെറിവിളി ഡെയിലി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ടവർ ലവ് യു എന്ന് പറഞ്ഞവർ പിന്നെ നമ്മൾ പോടാ തായോളിയിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീൽ എന്താ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല ഗൈസ്. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ ഞാൻ പറയില്ല. എൻ്റെ അച്ഛനെ വിളിച്ചാലും ഇത് വിളിച്ചാലും ഞാൻ കേട്ടിരിക്കുന്നത് എന്താ അറിയോ? എനിക്കറിയാം നിങ്ങൾക്കിത് അറിയില്ല. നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കാം. മനസ്സിലാവും?
നിങ്ങളെ നന്മയുടെ രീതിയിൽ, നന്മയുടെ ഇതിൽ അവർ മാന്യന്മാരായിട്ട് അവർ മാന്യതയുടെ രൂപം നടിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ കുറേ നാൾ കാണുന്നതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾ അവരെ വിശ്വസിക്കുന്നതാ ഗൈസ്. മനസ്സിലായോ? നിങ്ങൾ അവരെ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾക്ക് സത്യം അറിയില്ല, നിങ്ങൾ അവരെ വിശ്വസിക്കുന്ന. അപ്പോൾ അവർ എന്താണോ നിങ്ങൾക്ക് ഇഞ്ചെക്ട് ചെയ്ത് തരുന്നത് ഡയറക്റ്റായിട്ട് അവർ ഇഞ്ചെക്ട് ചെയ്ത് തരില്ല. അവർ നിങ്ങൾക്ക് സ്ലോലി ഇങ്ങനെ ഉള്ളിലൂടെ ഇഞ്ചെക്ട് ചെയ്ത് തരും. മനസ്സിലായോ? ആ ഇഞ്ചെക്ട് ചെയ്ത് തരുന്ന കാര്യം അറിയാതെയാണ് നിങ്ങൾ എന്നെ വന്ന് തെറി വിളിക്കുന്നത്, എൻ്റെ ഉപ്പാക്ക് വിളിക്കുന്നത്, എൻ്റെ ഉമ്മാക്ക് വിളിക്കുന്നതും എല്ലാം നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ്. അതങ്ങനെ ഞാൻ കാണുകയും ചെയ്യും. മനസ്സിലായോ? ഞാൻ കേൾപ്പിക്കാം. അല്ല, ഇത് കേൾപ്പിക്കുന്ന സമയത്ത് അവരും കൂടി വരട്ടെ. ആദ്യം നമുക്ക് മമ്മൂനെ വിളിക്കാം, എന്നിട്ട് ഞാൻ കേൾപ്പിക്കാം. വെയിറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷെയ്ക്കിൻ്റെ അത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അങ്ങനെ നിങ്ങൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഷെയ്ക്കിനെ ഇത്ര ഇതാക്കുന്നത്, എന്തിനാ അവനോട് നീ വെറുപ്പ് വെക്കുന്നത്? കാരണം നിങ്ങളെ മുമ്പിൽ നിങ്ങൾ കാണുമ്പം ഷെയ്ക്ക് നല്ലവനാണ് അല്ലേ? ഷെയ്ക്ക് നല്ലവനാ. ഓൻ ഗ്യാങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഓൻ എന്തൊക്കെയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് ഇവിടെ വരാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി അത് ഓന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. അതിൻ്റെ ബാക്കിൽ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. അതിന് ഓൻ്റെ ബാക്കിൽ കുറച്ച് കാരണങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഫെയിമാണെന്ന് പണ്ട് മുതലേ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഓൻ സമ്മതിക്കില്ലായിരിക്കും, ഞാൻ പറയാം. എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഷമീറ എങ്ങനെയെങ്കിലും ഫേമസ് ആകണം, എൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പൈസ അല്ല, ഈ പറഞ്ഞ പോലെ 4 ആൾ അറിയപ്പെടണം, നിങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കുന്നതെല്ലാം പോലെ എന്നെയൊക്കെ ഇതാക്കണം, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം. അതൊക്കെ അതിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും മുമ്പത്തെ എൻ്റെ ലൈവ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഈ പറഞ്ഞ GT എന്ന് പറഞ്ഞ ഇതിലോ എവിടെയാണെങ്കിലും എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുന്നോ, എന്നെ 4 ആൾ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൂടെ ബാക്കിയുള്ളവരെയും കൂടി 4 ആൾ അറിയപ്പെട്ടതെന്നുള്ള ഇത് ഞാൻ ചിന്തിച്ചു. മനസ്സിലായോ? അതാണ് പിന്നെ മാറ്റിയപ്പോൾ എനിക്ക് വിഷമം വന്നത്. മനസ്സിലാവും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവനെ ഹേറ്റ് ചെയ്തു. ഞാൻ കാണട്ടെ, ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മമ്മൂനെ തൊപ്പി ചവിട്ടുന്നത്. മനസ്സിലായി? ഇവൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ എന്തോ പ്രൊമോഷൻ ചെയ്യാനോ എന്തോ പറഞ്ഞപ്പോഴാണ് ചവിട്ടുന്നത്. അപ്പം ഇവൻ മുമ്പിലുണ്ട് ഗൈസ്. മനസ്സിലായോ? ഇവൻ മുമ്പിലുണ്ട്. ഇവൻ ചിരിക്കാം. മനസ്സിലായോ? തൊപ്പി എന്താ പറയുക, ദേഷ്യത്തിൽ നിന്ന് ഇവനെ ഇതാക്കുമ്പം മമ്മൂനെ മുഖത്ത് ചവിട്ടുന്നതുകൊണ്ട് ഈ നാറ് ചിരിക്കുക ചെയ്തത്. മനസ്സിലായോ? അതെനിക്ക് കൊള്ളും. അതെനിക്ക് കൊള്ളും. കാരണം എൻ്റെ കൂടെയുള്ളവരാ ഞാൻ അങ്ങനെ കാണുന്നവനാ. അപ്പം എനിക്കത് കൊള്ളും. മനസ്സിലായോ? അപ്പോൾ ആ പറഞ്ഞ പോലെ അങ്ങനത്തെ അവൻ ഈ പറഞ്ഞ പോലെ ഈ വലിയ നന്മയും ഇതും പറയുമ്പം എനിക്കറിയാം ഓൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു വീടെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൊച്ചിയിലേക്ക് മാറി ഇവിടെ ഒരു വീടെടുത്ത് ഞാൻ വന്നു. അത് ഞാൻ പിന്നെ പറയാം. അത് വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇവർ പറയട്ടെ, ഇവർ ചിലപ്പോൾ നാളെ ഇതിനൊക്കെ പല ഇതുകളും കണ്ടുവരും. മനസ്സിലായി? ഇവർ നാളെ ഇതൊക്കെ പഠിച്ച് ഇവർ 10-50 ആൾക്കാർ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കിയിട്ട് ഇവരൊരു വരുത്ത് വരാനുണ്ട്. എന്തൊക്കെയോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു വരുത്ത് വരും. അപ്പോൾ അവർ വരട്ടെ. അപ്പോൾ എന്നിട്ട് ഞാൻ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെയും കൂടി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. മനസ്സിലായി? അതങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഞാനാണ് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് റാംബോക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ റാംബോക്കും എനിക്കും ഒരേപോലെ വിഷമം ഉണ്ടായിട്ടുണ്ട്. റൂമിൻ്റെ പുറത്ത് ഞാൻ റാംബോനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, റാംബോ, നമ്മൾ കൂട്ടത്തിലുള്ള ഒരുത്തനാണ്, ഓനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, നീ പറഞ്ഞേ പറ്റൂ. കാരണം നമുക്കത് പറയാനുള്ള ഇതോ ഒന്നും ഇല്ല. മനസ്സിലായി? ഫോർച്യൂണർ ഓണർ ഞാനാ. അത് എന്നെ ഇതാക്കുക ഈ ഒരു ബിനാമി വേണമല്ലോ. ഈ പറഞ്ഞ പോലെ വണ്ടി എന്തെങ്കിലും മുമ്പത്തെ വണ്ടി പിടിച്ചതെന്തോ ഡ്രഗ്സിൻ്റെ കേസിലാണ് വണ്ടി പിടിച്ചത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പിടിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് എന്തെങ്കിലും പറ്റിയാലോ ഈ പറഞ്ഞ പോലെ അത് എന്നെ അല്ല ബാധിക്കത്തുള്ളൂ, ഓനെ ബാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ബിനാമിയായിരുന്നു ഞാൻ. ആടി ഞാൻ പൊട്ടനായി. ഞാൻ പറ്റിക്കപ്പെട്ടു. മനസ്സിലായി? ഞാൻ ആദ്യം മമ്മൂനെ വിളിക്കട്ടെ. മമ്മോ ലൈവും കണ്ടാടി ഇരിക്കുന്നുണ്ടാവും സ്റ്റെപ്പിൻ്റെ അടുത്ത്. ബാ
ഇതൊക്കെ കൊണ്ടാണ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഗെയിമിൻ്റെ പേരിലല്ല ഞാൻ ആരുമായിട്ട് ഇതായത്. ഒരു ഗെയിമിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാനും മാത്രമുള്ള മണ്ടനല്ല ഞാൻ, മനസ്സിലായോ? എൻ്റെ കൂടെയുള്ളവരെ പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞാലോ എനിക്ക് കൊള്ളും. അതിൻ്റെ പേരിലാണ് അത്രയും ക്രൂരത അവർ ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും ഹെയ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓനൊക്കെ ഞാൻ പറയുന്നതും, മനസ്സിലായോ? ഓനൊക്കെ ബാക്കിൽ അമ്മാതിരി വിഷമുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മാതിരി കാര്യങ്ങൾ വന്ന് പറയുന്നത്. അതെനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു, മനസ്സിലായോ? അല്ലാതെ വെറുതെ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞു. ബ്രദർ, ഹെയ്റ്റ് ചെയ്യാൻ തന്നിട്ടില്ല, മനസ്സിലായോ? ഹെയ്റ്റ് ചെയ്യാൻ തന്നിട്ടില്ല, ഹെയ്റ്റ് ചെയ്യാൻ തരും, മനസ്സിലായോ? ഹെയ്റ്റ് ചെയ്യാൻ തരും. അതെന്താ ഹെയ്റ്റ് എന്താന്നുള്ളത് ബ്രോക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലായോ? ബ്രോക്ക് എന്തോ ചീന്നാക്കിയാൽ അത് കൊണ്ടുപോയിട്ട് ഒരു ലൈവ് എടുത്തിട്ട് അതിന് കുറ്റം പറയാലാണ്ട് ഹെയ്റ്റ് എന്താന്ന് ബ്രോ അറിഞ്ഞിട്ടില്ല. അത് ഞാൻ അറിയിച്ചു തരാം, മനസ്സിലാവും? ഈ പറഞ്ഞ എൻ്റെ കൂടെയുള്ളവനെയും ഇതിലും നീ ഓനടിക്കുന്നത് കണ്ടപ്പോൾ നീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഹെയ്റ്റ് എന്താന്ന് ഞാൻ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം, മനസ്സിലായോ? ആ ആ അയ്യോ വർക്ക് ചെയ്യുന്നില്ല എന്തോ. അത് കുഴപ്പമില്ല, ഇതിൽ പറയാം. സ്ക്രീന് വലുതാക്കാനോ? എല്ലാവർക്കും പറയാനുണ്ട്, എല്ലാവരും പറയും. ഇപ്പൊ തൽക്കാലം ഞാനും മമ്മും ഇതായിക്കോളാം, ബാക്കി നമ്മൾ ഓരോരുത്തരായിട്ട് ഇതായിക്കോളും. എന്താ വീട് പുതുങ്ങാനാണോ നീ പറഞ്ഞില്ല? കൊറേ കാലം പുതുങ്ങി നിന്നല്ല, അതിന് കിട്ടിയല്ലോ. ഏട്ടനെല്ലാം പറഞ്ഞ് കൂടെ ഉണ്ടായവനെല്ലാം അടിച്ചു തന്നല്ലോ. നമുക്ക് തോന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് ഓമ്പിക്കുന്നുള്ളൊരു സാധനം. മമ്മു ഐഫോണ്, മമ്മു ഐഫോൺ. നിനക്കെന്തോ പി സി മേടിച്ചു തരാം, നിനക്കെന്തോ ഐഫോൺ മേടിച്ചു തരാം. അതെവിടെ പി സി? എവിടെ പി സി? പോയിട്ട് എടാ പി സിനെക്കാട്ടിയും ഏറ്റവും ഇതാണ് ഒരാൾക്കുള്ള ഒരു മൊബൈൽ. അതായത് എന്നോട് അധികം ചെയ്യാൻ പറയല് IR ഇതാണ്. അപ്പം IR ഞാൻ ഈ പൊട്ടിപ്പൊളിന ഫോണിലാണ് ഞാൻ IR എല്ലാം ചെയ്യുന്നത്. മമ്മൂൻ്റെ ഫോൺ എൻ്റെ ഫോൺ അതാടാ, എൻ്റെ അപ്പുറത്ത് തന്നെ. ഞാൻ എന്തിനാ കള പറയുന്നത്? കള പറഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത്? ബാങ്ക് ബാലൻസ്. എന്താ ബാങ്ക് ബാലൻസ്? എനിക്കിതൊന്നും എടാ ബാങ്ക് ബാലൻസിലൊന്നും ഇല്ല. അതിന് സാലറി വേണ്ടേ? സാലറി ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട് കുക്കായിട്ടാണ് ഞാൻ MRS എന്നുള്ള ഗ്യാങ് ഇല്ല അന്നേരം. അന്നേരം ഓൻ്റെ അപ്പുറം ഞാൻ പോയത്. തൊപ്പി എന്നുള്ളൊരു സംഭവമേ. അല്ലാണ്ട് MRS ഗ്യാങ് എന്നുള്ളൊരു സാധനം വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട്, ഞാൻ അധികം കൊണ പറയുന്നില്ല, ഞാൻ കുറച്ച് ഇതാക്കാം. ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോയി. കുക്കിന് ശമ്പളം ഉണ്ട് പറഞ്ഞ അന്നത്തെ ഓഡിയൻസിന് അറിയായിരിക്കും. പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ മറ്റു സംഭവം അവർ ചോദിക്കുന്നത്. നീ ഒരിക്കൽ 45,000 എന്തോ ലൈവ് കാണിച്ചില്ലേ? ഞാനടക്കം വിശ്വസിച്ചത് അത്. ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലെന്തോ നാട്ടിലുണ്ട്, കണ്ണൂരെന്തോ. നിങ്ങൾ മാത്രല്ല, കാരണം എൻ്റെ ഉമ്മ പോലും വിശ്വസിച്ചു. 45,000 പിറ്റേന്ന് ഉമ്മ വഹിക്കുന്നത്. 45,000 ഇല്ല, എന്താ പൈസ അയക്കാത്തേന്ന്. കാരണം ഓൻ്റെ പൈസയാടാ. എനിക്ക് 2-3 ദിവസം മുമ്പേ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബാങ്ക് ബാലൻസ്. ഇതിപ്പോ ഓൻ പറഞ്ഞാണ് ഇങ്ങനെ ഇവര് ചോദിക്കുമ്പോൾ എന്തായാലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓൻ തന്നെ ആരോടോ അങ്ങ് അയപ്പിക്കും. കാരണം ഓനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല, എന്തോ ടാക്സ് എന്തോ